എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഇനിയും പുതിയൊരു മാസം വരാൻ പോവാണ്. നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അതായത് ജൂലൈ മാസം നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് അല്ല. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വിടാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്ത് കാര്യങ്ങൾക്കും പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഇത് വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. അതില്ലെങ്കിലും റീഡിങ് എടുക്കുന്നതാണ്, എന്നാലും അത് തന്നാൽ നന്നായി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ യൂണിവേഴ്സിന് അടുത്ത മാസം, അതായത് ജൂലൈയിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സിന് ജൂലൈയിൽ നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സിന് ജൂലൈ മാസത്തിൽ നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സിന് നൽകുന്ന മെസ്സേജസ് എന്താണ്? മെസ്സേജസ് എന്താണ്? Messages and King of Pentacles. അപ്പോൾ നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വന്നത് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു കാർഡാണ്. നമുക്ക് മാരേജിന് സമയമായി, ഇപ്പോൾ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. വിവാഹാലോചന വരിക, പ്രൊപ്പോസൽ വരിക, പല പല ഓഫറുകളൊക്കെ വരുന്നൊരു സമയമാണെന്നാണ് പറയണത്. അപ്പോൾ നല്ല ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ, നല്ല ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടൈമാണ് ഇനി വരുന്നത്. വിവാഹാലോചിച്ചവർക്ക് വിവാഹം നടക്കും. അതുപോലെ റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിലും വിവാഹമൊക്കെ നടക്കാനായിട്ടൊരു സാധ്യതയാണ് പറയണത്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് അടുത്തത് വന്നത്. അപ്പോൾ നിങ്ങൾക്ക്
എന്താ ഒരു നിങ്ങൾ നല്ല ഉറച്ച മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല ശക്തനായിട്ടുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയുന്നത് നിങ്ങൾ. എന്നാൽ ഒത്തിരി പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ഒരുപാട് സ്വത്തിന് ഉടമയൊക്കെ ആണെന്നാണ് പറയണത്. നല്ല റിച്ച് ഫാമിലിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ റിച്ച് മാനൊക്കെ ആയിരിക്കാനെന്നാണ് പറയുന്നത് നിങ്ങളെ. ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങൾ. അസാധാരണമായ കഴിവുകളുള്ള ഒരാൾക്കാരാണ്. നല്ല ബിസിനസ്മാനൊക്കെ ആവാനൊരു സാധ്യതയുണ്ട് നിങ്ങൾ. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ആൾക്കാരാണ്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നാണ് പറയണത്. പിന്നെ ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ട്, എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പുതിയത് തുടങ്ങണം, അല്ലെങ്കിൽ പഴയത് തന്നെ വീണ്ടും ഇപ്പം നിലവിലുള്ള സംരംഭങ്ങൾ തന്നെ വീണ്ടും അത് ഒന്നും കൂടി നല്ലതായിട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ല രീതിയിൽ വരുമെന്നാണ് ഇനി പറയുന്നത്. നല്ല മാറ്റങ്ങളാണ് ഇനി നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുമെന്നാണ് പറയണത്. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും, നല്ല ഉയർച്ചയുണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കുറച്ച് കുറയ്ക്കുക. മറ്റുള്ളവരുടെ സമ്പത്തൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കി നടക്കുക. മറ്റുവെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ തന്നെ കണ്ടെത്തി അത് പരിശ്രമിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുക. അത് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. നല്ല മാറ്റങ്ങളാണ് ഇനി വരുന്നത്. പിന്നെ 4 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റ് വേണമെന്നാണ് നിങ്ങൾക്ക് പറയണത് കേട്ടോ. ഇപ്പം ഇത്തിരി ഏകാന്തതയൊക്കെയാണ് നിങ്ങൾക്ക് പറയുന്നത്. കുറേ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഒറ്റപ്പെട്ട പോലെ തോന്നുക, ഒരുപാട് ചിന്തിച്ച് കൂട്ടുക, സ്വയം പരിശോധിക്കുക നിങ്ങൾ തന്നെ. കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇടവേളയാണെന്നാണ് പറയുന്നത്. പേടിയുണ്ട്, ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടെന്നാണ് പറയുന്നത്. മാനസികമായിട്ട് ഒരുപാട് അമിത ഭാരം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. മനസ്സിന് ഒരുപാട് ഭാരം അനുഭവിക്കുക. അപ്പം എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ശാന്തി വരും എന്നാണ് പറയണത്. ചില സമയത്ത് വളരെയധികം നിങ്ങളെ അസ്വസ്ഥമാകുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയമാണ്. ഇനി നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കാണ് നീതി കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് കോടതി കേസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ഓക്കെ. 7 ഓഫ് വണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൊക്കെ സഹായങ്ങളൊക്കെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന പറയുന്നത്. കുറച്ച് സമ്മർദ്ദങ്ങൾ വരുന്ന പറയുന്നത് നമുക്ക്. പിന്നെന്താ, നിങ്ങളുടെ ഒരു തർക്ക വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധത്തിലാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ ഒരു ചെറിയ അതിർവരമ്പുകൾ സൂചിപ്പിക്കുന്നു. കുറച്ച് പേർക്ക് ഒരു ബൗണ്ടറി വന്നു എന്നാണ് പറയുന്നത്. കുറേ പേരുടെ എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. കുറച്ച് പേർക്ക് പ്രൊപ്പോസലൊക്കെ വരണമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ വളരെ കുറച്ച് പേർക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു അതിർവരമ്പുകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു അതിർവരമ്പുകൾ വരുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയണത്. ഒരു ബൗണ്ടറി വന്നു എന്നാണ് പറയണത്. വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളിലേക്ക് വിജയമാണ് വരുന്നത്. നല്ല നേട്ടങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഇനി നല്ലൊരു മാറ്റം വരാൻ പോകണം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെയൊക്കെ ദുരിതങ്ങളുടെയൊക്കെ ആ സമയം കഴിഞ്ഞു. ഇനി നല്ലൊരു മാറ്റം
വരാൻ പോവാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഇനി വിജയം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏത് കാര്യത്തിലും ഇനി വിജയം ഉണ്ടാവാൻ പോവാണ്. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു പുതിയൊരു യാത്രയുടെ ഒരു തുടക്കമാണ് പറയുന്നത്. വിദേശ യാത്രയ്ക്ക് പോകാൻ, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊരു വിദേശ യാത്ര പറയുന്നു. ഇനി വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ ഒക്കെ നിങ്ങൾക്കൊരു അതിനൊക്കെ ഒരു സമയമായി എന്നാണ് പറയണത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് വളരെ ഇനി ഡീപ്പ് ലവ് ആണ് ഇനി പറയുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് നല്ല സ്നേഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഏസ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ അതും നല്ലൊരു പുതിയൊരു തുടക്കം വരാൻ പോകണമെന്നാണ് പറയുന്നത്. പുതിയൊരു തുടക്കം വരാൻ പോവാണ് നിങ്ങളുടെ കാര്യത്തിൽ. ജോലിയിലായാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനും നല്ലൊരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പുതിയ അവസരങ്ങൾ വരാം. ഇനി എല്ലാ കാര്യത്തിലും ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക്. വിജയവും ഭാഗ്യമൊക്കെ വരാൻ പോകുന്നതാണ് പറഞ്ഞത്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് വിജയം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ഇനി വിജയം വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ പിന്നെ നിങ്ങൾക്ക് എന്താ ഏസ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ 8 ഓഫ് കപ്സ് ഒന്നുണ്ട്. 8 ഓഫ് കപ്സ് പറയുമ്പോൾ കുറച്ച് ഒരു നിരാശ, ഉപേക്ഷിക്കൽ കുറച്ച് പേർക്കാണ്. ഒരു ഉപേക്ഷിക്കൽ, നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ച് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ നിരാശയിൽ അത് കൂടുതൽ ഭാവിയിൽ കൂടുതൽ സംതൃപ്തിയും ആഴത്തിലുള്ള വളർച്ചയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ലൈഫിൽ ഇപ്പം നിങ്ങളിൽ നിന്ന് ആരോ അകന്ന് പോകാനായിട്ടൊരു സാധ്യത, അല്ലെങ്കിൽ ആരോ നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇന്ന് അകന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് അകൽച്ച പറയുന്നു. അത് നേരത്തെയും വന്നായിരുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റേയാളെ മറ്റേയാളിരുന്ന് ഒന്ന് അകന്നു പോവാം. അങ്ങനെ ഇപ്പം അതുകൊണ്ട് തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, തനിച്ചിരിക്കുക, ഒറ്റപ്പെട്ട ജീവിക്കുന്ന ഒരു വ്യക്തി, ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തി, സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കാമെന്നാണ് പറയണത്. സ്വയം ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ, ദൈവികമായ വഴിയിലേക്കൊക്കെ തിരിയുക, മെഡിറ്റേഷൻ ചെയ്യുക, സ്വന്തമായി ഹീൽ ചെയ്യുക, വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങൾക്കൊരു ചീറ്റിങ്, നിങ്ങളെ ഒരു ഫിസിക്കലായിട്ട് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങൾ ചീറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ചീറ്റിങ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇങ്ങനെ അട്രാക്ഷൻ, ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്നും വരാതിരിക്കാനായിട്ട്, ചീറ്റിംഗ് ഒന്നും ട്രാപ്പിൽ പെടാതൊക്കെ അങ്ങനെ നോക്കാം കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അതെന്താ നിങ്ങളുടെ ടൈമിന് നല്ല ചേഞ്ച് ആവാൻ പോകണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ടൈമിന് ഇനി ഭാഗ്യമൊക്കെയാണ് വരാൻ പോകുന്നത്. കുറേ കർമ്മയൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ലതാണെന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ ഇത് വരാൻ പോകുന്നത്. എല്ലാവരുടെയെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ലവ് ഉണ്ടാവുന്നതാണ്, പ്യുവറായിട്ടുള്ള ലവ് ഉണ്ടാവുന്നതാണ് പറയണത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിങ് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന എല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.